ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ പുറംനാടുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചേമ്പിലയാണ് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇലയാണ്, വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേമ്പില നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം ഇത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് റോൾ ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ ഇലയുടെ സൈഡിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തും നല്ല പൊങ്ങിയിട്ട് നല്ല കട്ടിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല പ്രസ്സായിട്ട് നല്ല പ്ലെയിനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പിനടുത്തായിട്ട് കടലപ്പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി പോവേണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ചേർക്കുന്നത് ചേമ്പില ചൊറിയാതിരിക്കാനൊക്കെ നല്ലതുമാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. ഇത് കുറച്ചൊരു ലൂസായിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ കട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചേമ്പില വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയിട്ട് ഇതുപോലെ ബാറ്റർ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ഇല കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന് മുകളിലേക്കായിട്ട് അടുത്ത ഇല വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ഇല ആണെങ്കിൽ ഒന്നും കൂടെ സൗകര്യമായിരിക്കും, നമുക്ക് തേച്ച് പിടിപ്പിക്കാനും റോൾ ചെയ്തെടുക്കാനൊക്കെ ഒന്നും കൂടെ സൗകര്യമായിരിക്കും. ഇനി ഇതിന് മുകളിലും ഇതേ രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ലെയർ വെച്ചിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ വലിയ ഇല ആയത് കാരണം 2 ലെയറായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിന് മുകളിലും നമ്മുടെ മാവ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ മാവ് കുറച്ചൊരു ലൂസായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു കട്ടിക്കാവുമ്പോഴാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഇതുപോലെ 4 ഭാഗത്തുനിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തും കൂടെ മാവ് പുരട്ടി കൊടുക്കാം. അപ്പോൾ സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലും കൂടെ ബാറ്റർ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഓട്ടപാത്രത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടോ കുറച്ച് സമയം ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ ഒന്നും കൂടെ നല്ലതാണ്. ചൊറിയുന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് നേരിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവിയിൽ വേവിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിട്ട് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാവ് കുറച്ച് ലൂസായത് കാരണം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെളുത്ത എള്ളുണ്ടെങ്കിൽ ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അരിപ്പൊടിയും പിന്നെ കടലപ്പൊടിയും എല്ലാം കൂടെ ചേർത്തത് കാരണം നല്ല ടേസ്റ്റാണ് ഈ ഒരു ബാറ്റർ കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ചേമ്പിലെടുക്കുന്ന സമയത്ത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചേമ്പിലെടുക്കുക, ചൊറിയാത്ത ഇല എടുക്കുക. പിന്നെ ആവിലൊക്കെ വേവിച്ചിട്ട് അഥവാ ചൊറിയുന്ന ഇലയാണെന്നുണ്ടെങ്കിൽ ആവിയിലൊന്ന് വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ചൊറിയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല.
അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.